തൂതപ്പുഴയിലെ മപ്പാട്ടുകര തടയണ പ്രദേശത്ത് നടക്കുന്ന മാലിന്യ നിക്ഷേപത്തിനെതിരെ കുലിക്കലൂർ ഗ്രാമപഞ്ചായത്ത്. എളാട് ഭാഗത്തു കൂടി ഡാമിന്റെ ദൃശ്യഭംഗി ആസ്വദിക്കാനും ഉല്ലസിക്കാനുമായി എത്തുന്നവരാണ് പുഴയിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്. ഇത് തടയാൻ ഏലംകുളം പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാവണമെന്ന് കുലിക്കലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. പ്രകൃതി സൗന്ദര്യം കൊണ്ടും ജലസമൃദ്ധി കൊണ്ടും പേരുകേട്ട മപ്പാട്ടുകര തടയണ പ്രദേശത്തെ ഇന്നത്തെ അവസ്ഥയാണിത്. പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും കുമിഞ്ഞുകൂടി മാലിന്യക്കൂമ്പാരമായി മാറിയിരിക്കുകയാണ് തടയണയും പരിസരവും. ചൂട് കനത്തതോടെ നൂറുകണക്കിന് സഞ്ചാരികളാണ് ദിനേന ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അവധി ദിവസങ്ങളിൽ ഇവിടെ സമയം ചെലവഴിക്കാൻ കുടുംബസമേതം എത്തുന്നവരുടെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട്. സഞ്ചാരികളുടെ എണ്ണം കൂടിയതോടെ ചെറുകിട കച്ചവടക്കാരും ഇവിടെ സ്ഥാനം പിടിച്ചിരുന്നു. ഇതോടുകൂടി ഈ പ്രദേശത്തിൻ്റെ സ്വാഭാവികത മാറിത്തുടങ്ങി. പലയിടങ്ങളിലായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി. സന്ദർശകർ കൊണ്ടുവരുന്ന ഭക്ഷണപ്പൊതികളും പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും പലയിടങ്ങളിലായി ഉപേക്ഷിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിനു പുറമെ വരുന്നവർ പലതരം വേസ്റ്റുകൾ പുഴയിൽ കൊണ്ടുവന്ന് തള്ളുന്നതായും പരാതിയുണ്ട്. ചെക്ക് ഡാമിന് സമീപത്തുള്ള കുറ്റിക്കാടുകളും സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമായി മാറി. രാത്രി വൈകിയും നിരവധി പേരാണ് ഇവിടെ തമ്പടിക്കുന്നത്. ദിവസവും ലോറികൾ അടക്കമുള്ള വാഹനങ്ങൾ പുഴയിലേക്ക് ഇറക്കി കഴുകുന്നുമുണ്ട്. ഇതെല്ലാം പുഴയെ വലിയ തോതിൽ മലിനപ്പെടുത്തുന്നതായി കുലിക്കലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി പറഞ്ഞു. ഇത് തടയാൻ ഏലംകുളം ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുക്കണം. പുഴയിലേക്ക് വാഹനങ്ങൾ ഇറങ്ങുന്നത് തടയാൻ വഴി അടയ്ക്കും. ഇവിടെ വരുന്നവർ മാലിന്യങ്ങൾ പുഴയിലേക്ക് വലിച്ചെറിയരുതെന്നും പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു. നമ്മളെ മപ്പാട്ടുകര തടയണയ്ക്ക് ഓപ്പോസിറ്റായിട്ട് ഏലംകുളം പഞ്ചായത്തിൽ അവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റു മാലിന്യങ്ങളും ഒക്കെ തന്നെ വല്ലാതെ അടിഞ്ഞു കൂടിയിട്ടുണ്ട് എന്നുള്ള പരാതി കിട്ടിയതിനെ തുടർന്ന് ഇന്നലെ ഞാനും വൈസ് പ്രസിഡന്റും ആ പ്രദേശം സന്ദർശിക്കുകയും ഞങ്ങൾക്കത് നേരിട്ട് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് തടയണ എന്ന് പറയുമ്പോൾ നെല്ലായ കുലിക്കല്ലൂർ 2 പഞ്ചായത്തുകൾക്കുള്ള സമഗ്ര കുടിവെള്ള പദ്ധതിയാണ്. അപ്പം അതിൽ ഇത്രയും മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്ന ആ ഒരു സ്ഥിതി ഇനി ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പുഴ തീർത്തും പാലക്കാട് ജില്ലയിൽ ഉൾപ്പെട്ടതാണെന്നും അതിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം കുലിക്കല്ലൂർ പഞ്ചായത്തിനുള്ളതാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഏലംകുളം പഞ്ചായത്തിൻ്റെ ഭാഗത്തു കൂടെ തടയണ പ്രദേശത്തേക്ക് വരുന്ന വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി ആലോചിക്കാൻ പോകുന്നത്. അടുത്ത് വരുന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ തന്നെ അതിനുവേണ്ട തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഏലംകുളം ഗ്രാമപഞ്ചായത്തുമായി ചർച്ച ചെയ്തുകൊണ്ട് അവിടെ ഇട്ടിട്ടുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ എന്താണ് പരിഹാരം എന്നുള്ളത് കൂടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. എന്തായാലും ആ മാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് പുഴയിലേക്ക് വാഹനങ്ങൾ ഇറങ്ങുന്നത് ബ്ലോക്ക് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം എടുക്കാൻ പോകുന്ന ഒരു ആലോചന. മാലിന്യങ്ങൾ അവിടെ തള്ളുന്നത് പുഴയിലേക്ക് വരുന്ന ആളുകളാണ്. പുഴയിലേക്ക് വരുന്ന ആളുകളാണ്. അവിടെ കുട്ടികളുടെ പാമ്പേഴ്സൊക്കെ ചാക്ക് കണക്കിന് കൊണ്ടുപോയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ ആ പുഴയിൽ കുളിക്കാൻ വരുന്ന ആളുകളാണ് അത് ചെയ്യുന്നത്. അതേപോലെ തന്നെ അവർ ഇറങ്ങി വരുമ്പോൾ ഇപ്പോൾ ഈ വണ്ടി പുഴയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ അവർക്ക് എന്ത് വേസ്റ്റ് വേണമെങ്കിലും ആ വാഹനത്തിൽ കൊണ്ടുവന്നിട്ട് അവിടെ തള്ളാം. അവിടുത്തെ കടക്കാരും എല്ലാവരും പറഞ്ഞത് ഞങ്ങൾ ആരും കാണുന്നില്ല. പിന്നെ അവിടെ ആ ഒരു കോളേജ് ഉണ്ട്, അവിടെ CCTV ഉണ്ട്. അതിൻ്റെ വിഷ്വൽ എടുത്താൽ കൃത്യമായിട്ട് നമുക്കറിയാം. അതേപോലെ തന്നെ പെരിന്തൽമണ്ണ പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതിനുള്ള നടപടികൾ എന്താണെന്നുള്ളത് ഞങ്ങൾ ആലോചിക്കാൻ പോകുന്നുണ്ട്. എന്തായാലും പുഴ മലിനമാക്കാൻ സമ്മതിക്കില്ല. അതിനെതിരെ ശക്തമായ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് പറയുക. ഏത് പ്രദേശത്തുള്ള ആളുകളായാലും ഏലംകുളം പഞ്ചായത്തിലുള്ളവരായാലും മറ്റ് ഏത് പ്രദേശത്തു നിന്ന് വരുന്ന ആളുകളായാലും ജലസ്രോതസ്സുകൾ മലിനമാക്കരുത് എന്നുള്ള കർശന നിർദ്ദേശം ഉള്ളത് കൊണ്ട് 2 പഞ്ചായത്തിൻ്റെ കുടിവെള്ള പദ്ധതിയാണ് ആ തടയണയിൽ സ്ഥിതി ചെയ്യുന്നത് എന്നതുകൊണ്ടും മാലിന്യങ്ങൾ വലിച്ചെറിയരുത്. അതേ പ്രത്യേകിച്ചും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, കുട്ടികളുടെ പാമ്പേഴ്സ്, അത്തരത്തിലുള്ള മാലിന്യങ്ങൾ വലിച്ചെറിയാതെ നമ്മളെ പരിസ്ഥിതിയെയും പുഴയെയും സംരക്ഷിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. കനത്ത വേനലിൽ പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസമാണ് ഈ തടയണ. എന്നാൽ യാതൊരു നിയന്ത്രണവുമില്ലാതെയുള്ള ആളുകളുടെ വരവും മാലിന്യ നിക്ഷേപവും പുഴയ്ക്ക് ഭീഷണിയാകുന്നുണ്ട്. ഇവിടെ പോലീസിന്റെ സേവനം ലഭ്യമാക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെർപ്പളശ്ശേരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.